പാഠം 781. ഒരു മുന്നറിയിപ്പ്. ഈ പുഴുവിന്റെ ശല്യം കൂടിക്കൂടി വരിക. അയ്യോ, കുരുമുളകൊക്കെ പോയി. ഈ പുഴുവിനെ കൊണ്ടുള്ള ശല്യം കഷ്ടം തന്നെയാണ്. ഒരു സാധനം ബാക്കി വെച്ചേക്കില്ല. മോനട്ടാ, ആ മുറ്റത്തേക്കുന്ന ചെടികളിലൊക്കെ ഭയങ്കര പുഴുവിന്റെ ശല്യ. ഉള്ള ഇലയെല്ലാം തിന്ന് നശിപ്പിച്ചിരിക്കുക. എത്ര ദിവസമായിട്ട് ഞാൻ മോഹനേട്ടനോട് പറയാ എന്തെങ്കിലും ഒരു കീടനാശിനി വാങ്ങിച്ചിട്ട് വരാൻ. എന്ത് കീടനാശിനി? എന്തെങ്കിലും ഒരു കീടനാശിനി മതി. വിദ്യാലക്ഷ്മിയുടെ വീട്ടിലെ പച്ചക്കറികളിലൊക്കെ കീടങ്ങളുടെ ശല്യം വന്നപ്പോ അവരേതോ ഒരു കീടനാശിനി വാങ്ങിച്ചടിച്ചായിരുന്നു. അതിനുശേഷം ഇന്നേ വരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ലെന്ന് അവള് പറഞ്ഞേ. അത്രയ്ക്ക് ശക്തിയുള്ള മരുന്നായിരുന്നു. അത്രയും ശക്തിയുള്ള മരുന്ന് വാങ്ങിച്ചടിച്ച് കീടങ്ങളെ കൊല്ലാം. പക്ഷേ ആ ചെടികളിൽ ഉണ്ടാകുന്ന പച്ചക്കറി പിന്നീട് നമ്മൾ കഴിക്കുമ്പോഴോ? നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന കീടനാശിനി ഉപയോഗിച്ച പച്ചക്കറി നമ്മൾ കഴിച്ച് നമുക്ക് തന്നെ ക്യാൻസർ വരുത്തണമെന്നുണ്ടോ? അങ്ങനെയൊക്കെ നോക്കി ഇനിയുള്ള കാലം ജീവിക്കാൻ പറ്റും മോനട്ടാ? അങ്ങനെ നോക്കിയാലേ ജീവിക്കാൻ പറ്റൂ ഭാമേ. കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പച്ചക്കറികളിൽ വിഷം നിറച്ചു വെച്ചിരിക്കുകയാണ്. പച്ചക്കറികൾക്ക് രാസവളവും കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോഴും നല്ല ഫലങ്ങൾ ഉണ്ടാകാൻ ഹോർമോൺ ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ ക്യാൻസറിനെ വിളിച്ചു വരുത്തുകയാണ്. അതിന്റെ അപകടങ്ങളെ പറ്റി എത്രയോ വട്ടം നമ്മൾ തമ്മിൽ സംസാരിച്ചാണ്. ഇനി നമ്മുടെ മുറ്റത്ത് നമ്മൾ നമുക്ക് കഴിക്കാനായി നട്ട പച്ചക്കറി തോട്ടത്തിൽ കൂടി ഈ വിഷങ്ങൾ പ്രയോഗിക്കണമെന്നാണോ നീ പറയുന്നത്? ടൗണിൽ ഏതോ ജൈവ കീടനാശിനി വിൽക്കുന്ന കാര്യം ശിശുപാലൻ പറഞ്ഞായിരുന്നു. മുനിസിപ്പൽ ഓഫീസിനടുത്താണ് പറഞ്ഞത്. ഇനി താലൂക്ക് ഓഫീസിൽ പോകുമ്പോ ഞാനത് അന്വേഷിക്കട്ടെ. മോനട്ടാ, അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, എന്ത്? മുനിസിപ്പൽ ഓഫീസിന്റെ നേരെ മുന്നിലൊരു ഹോട്ടലില്ലേ? ഹോട്ടൽ അമൃത. നല്ല അസല് പൊറോട്ടയും തന്തൂരി ചിക്കനുമാണ് അവരുടെ പ്രത്യേകത. ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, പാഴ്സൽ അവര് വീട്ടിലെത്തിക്കും. അല്ല, അഡ്വക്കേറ്റ് സത്യശീലൻ എപ്പോഴും പറയും അവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി. ഒരു ദിവസം നമുക്ക് വാങ്ങിക്കണം അവിടുന്ന് ഒരു പാഴ്സല്. മോഹന്റെ താലൂക്ക് ഓഫീസിൽ പോകുമ്പോൾ വാങ്ങിച്ചാൽ മതി. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ അവിടുന്നേ ഭക്ഷണം കഴിക്കുന്നതാണ് അഡ്വക്കേറ്റ് സത്യശീലൻ പറയുന്നേ. എന്തു വാങ്ങുന്ന കാര്യം നീ പറഞ്ഞിട്ട് പോകുന്നത്? പൊറോട്ടയും തന്തൂരി ചിക്കനും. എന്തിന്? പൊറോട്ട ചിക്കനും വാങ്ങുന്ന എന്തിനാ? കഴിക്കാൻ. ഞാൻ പൊറോട്ട കഴിക്കാനോ? അയ്യോ, വില്ലേജ് പൊറോട്ട കഴിക്കാൻ പാടില്ലേ? ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിനക്കറിയാമോ? മൈദ കൊണ്ട്. ഈ മൈദ എന്ന സാധനം എന്താണ് എന്ന് നിനക്കറിയാമോ? മൈദ എന്നാൽ മൈദ. ആമേ, ഗോതമ്പ് സംസ്കരിച്ച് കഴിയുമ്പോൾ ബാക്കി വരുന്ന ഒട്ടും ഭക്ഷണയോഗ്യമല്ലാത്ത ഒരു വസ്തുവാണ് മൈദ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് സിനിമാ പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്ന ആ സാധനത്തെ പരിഷ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ ഭക്ഷണമാക്കി. അത് വെറും പശയാണ്. മൈദയുടെ തുടർച്ചയായ ഉപയോഗം ക്യാൻസർ ഉണ്ടാക്കും എന്ന് നിനക്കറിയാമോ? ഇതെല്ലാം അറിയാം, പക്ഷെ എന്തേലുമൊക്കെ കഴിച്ചല്ലേ പറ്റുള്ളൂ. പച്ചക്കറികളിൽ മുഴുവൻ രാസവളവും കീടനാശിനി മൂലം ഉണ്ടാക്കുന്ന വിഷമാണ് എന്ന് മോഹനട്ട തന്നെ പറഞ്ഞു. ഇപ്പൊ പറയുന്നു പൊറോട്ടയും പറ്റൂല. ഇങ്ങനെ പോയി നമ്മൾ എന്ത് കഴിക്കും മോനട്ടാ? എനിക്ക് ഇതാണ് മനസ്സിലാകാത്തത്. മൈദ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ അതേ കഴിക്കും. ബ്രോയിലർ കോഴികളിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഹോർമോണുകളും എന്താണ് എന്നറിഞ്ഞാൽ നീ ബോധം കെട്ട് വീഴും. ആമേ, അങ്ങനെയുള്ള തന്തൂരി ചിക്കനാണ് വാങ്ങി കഴിക്കാം മോഹനേട്ട എന്ന് നീ പറഞ്ഞത്. എന്നൊന്നും ഇല്ലല്ലോ മോനട്ടാ.
വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. മാസത്തിൽ ഒരിക്കൽ പൊറോട്ടയും തന്തൂരി ചിക്കനോ കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല. മനുഷ്യ ശരീരം അത്യാവശ്യ പ്രതിരോധ ശേഷിയൊക്കെ ഉള്ളതല്ലേ. നിന്നെ പോലെയുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഇങ്ങനെയൊക്കെ പറയുമ്പോ മറ്റുള്ളവർ ആരും പിന്നെ പറയാനുണ്ടോ? എന്തായാലും ഞാനായിട്ട് പെറോട്ടയും ബ്രോയിലർ ചിക്കനും ബീഫും പന്നിയും മട്ടനും ഒന്നും വാങ്ങില്ല. നീയായിട്ട് വാങ്ങിക്കൊണ്ട് കഴിക്കാൻ ഞാൻ സമ്മതിക്കയില്ല. ആഹാ, ഉച്ചയൂണ്. പേടിക്കാനൊന്നുമില്ല. ശുദ്ധമായ അരി വേവിച്ചുണ്ടാക്കിയ ചോറാണ്. കൂട്ടത്തിൽ നല്ല ഒന്നാന്തരം മീൻകറി, സാമ്പാറുണ്ട്. കീടനാശിനി രാസവളം ഉപയോഗിക്കാതെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ പയറുകൊണ്ടുണ്ടാക്കിയ തോരനും. ഇത്രയും ഉണ്ട് ഇതിൽ. നീ പറഞ്ഞതൊക്കെ നല്ല കാര്യമാണെങ്കിലും നിന്റെ ശബ്ദത്തിൽ ഒരു പരിഹാസമുണ്ട്. ടൗണിലെ കടയിൽ നിന്ന് പൊറോട്ടയും തന്തൂരി ചിക്കനും ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞതിന് ഇഷ്ടക്കുറവാണ് കാരണമെന്നും എനിക്കറിയാം. അതിൽ എനിക്ക് ചെറിയ ഇഷ്ടക്കുറവുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. എല്ലാ ദിവസവും പൊറോട്ട വേണം, ചിക്കൻ വേണം എന്ന് വല്ലോ ഞാൻ പറയാറുണ്ടോ? വല്ലപ്പോഴും ഒരിക്കൽ. അതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ. പക്ഷെ അത്തരം ആവശ്യങ്ങൾ പോലും മോഹനയുടെ സമ്മതിച്ചു തരൂലല്ലോ. അത് ക്യാൻസറിനെ പേടിച്ചിട്ടൊന്നും അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പിശിക്ക്. ടൗണിൽ നിന്ന് 3 പൊറോട്ടയും തന്തൂരി ചിക്കനുമുള്ള ഒരു പാഴ്സൽ വാങ്ങണമെങ്കിൽ 200 രൂപയെങ്കിലും ആകും. 2 പാഴ്സലാകുമ്പോൾ 400 രൂപയാവും. അത് മുടക്കാൻ മോഹനേട്ടൻ തയ്യാറാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നല്ലോ. മോഹനേട്ടാ, പിശുക്കൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ മോഹനേട്ടന്റെ ഈ അന്തം വിട്ട പിശുക്കുകൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അമൃത ഹോട്ടലിലെ പൊറോട്ടയും തന്തൂരി ചിക്കനും കഴിക്കാത്ത ഈ പ്രദേശത്തുള്ള ആളുകൾ നമ്മൾ മാത്രമായിരിക്കും. എന്തായാലും അത്തരം പരീക്ഷണങ്ങൾക്ക് ഞാനില്ല. നിനക്ക് കോഴിയിറച്ചി കഴിച്ചേ പറ്റൂന്നാണെങ്കിൽ നാടൻ കോഴിയെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് കറി വെച്ച് കഴിക്കാം. അതല്ലാതെ വല്ലവരും ഉണ്ടാക്കുന്ന മായം ചേർത്ത ബ്രോയിലർ കോഴി കഴിച്ച് രോഗിയാകാൻ മോഹനേട്ടൻ സൗകര്യം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. ഓ, ഈ കണക്കിന് വോട്ടിന്റെ വില്യാഭ്യാസത്തിലൂടെ പാട്ടിന് കരുതി ഞാൻ ചത്തു പോത്തേ. ഇങ്ങനെ പിടിച്ച മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ. പൊറോട്ട തന്തൂരി ചിക്കനും കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ കഴിക്കണ്ടേ? വഴിയുണ്ട്. ഇനി ഇതാരപ്പ? ഹലോ. ഉത്തമ, ഞാനാ. എന്താ നോക്കില്ലേ? എനിക്ക് ഉത്തമൻ എന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. എപ്പോഴാ ഉത്തമൻ ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുക? അത് ഇപ്പൊ ഞാൻ ഗോപാലൻ കുട്ടിച്ചേട്ടന്റെ വീട് വരെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നാ മതി വാക്കില്ലേ? ഓ, മതി മതി മതി. ഉത്തമന്റെ സമയം പോലെ വന്നാ മതി. ശരി ശരി ശരി. പിന്നെ മോഹനേട്ടനെ കണ്ടാൽ ഞാൻ വിളിച്ച കാര്യം പറയുകയേ ചെയ്യരുത്. എന്താണ്? ഒരു കാര്യമുണ്ട്, അത് ഞാൻ കാണുമ്പോ പറയാം. ഒരു കാരണവശാലും മോഹനേട്ടൻ ഇതറിയരുത്. വക്കീൽ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ശരി ശരി. ഒരു സാധനത്തിന്റെ രുചി പറഞ്ഞു മനസ്സിലാക്കുന്നേക്കാട്ടും നല്ലത് തിന്ന് മനസ്സിലാക്കുന്നല്ലേ. ഇതാര് വരുന്നേ? നമസ്കാരം സാറേ. രാവിലെ ഗോപാലൻ കുട്ടിച്ചേട്ടനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഇറങ്ങിയതാ. ഇവിടെ വന്നപ്പോ ഒരു ഫോൺ വന്നു. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഒരു ഫോൺ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാത്ത ഫോൺ വിളികൾ തീർത്തും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഉത്തമന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന റേഡിയേഷൻ വലിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ക്യാൻസറും ബ്രെയിൻ ട്യൂമറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വെറുതെ വിളിച്ചു വരുത്തരുത്. അയ്യോ, സ്റ്റാർട്ട് ആവുന്നില്ല സാറേ. ബാറ്ററി തീർന്നാണ് തോന്നണം.
10 മണിക്ക് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട്ടിലെത്താന്ന് പറഞ്ഞതുമാണ്. 10 മണിക്ക് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട്ടിലെത്തണമെങ്കിൽ ഇപ്പോ ഇവിടെ നടന്നു പോയാലും മതി. പക്ഷേ നടക്കില്ല എന്നും 10 അടി പോകണമെങ്കിലും വണ്ടി വേണമെന്നുള്ള ഉത്തമനെ പോലുള്ളവരുടെ വാശിയുണ്ടല്ലോ, അത് നല്ലതിനല്ല. നടന്നു പോയ വിചാരിക്കുന്ന എല്ലായിടത്തും എത്തൂല സാറേ. ദേ, എന്തൊക്കെ ഏർപ്പാടുകളാണ് എനിക്കുള്ളതെന്ന് സാറിന് അറിയാവോ? അതിനേക്കാൾ വലിയ ഏർപ്പാടുള്ള ഞാൻ നടന്നാണ് പോകുന്നത്. ഉത്തമനൊരു കാര്യം അറിയാം, കേരളത്തിലെ ആകെ ക്യാൻസർ രോഗികളിൽ 15% പേരും ശരിയായ വ്യായാമം ചെയ്യാത്തതിന്റെ പേരിൽ രോഗികളായവരാണ്. മേലനങ്ങാതെ ജീവിക്കുമ്പോ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചുരുക്കത്തിൽ ഈ വാഹനങ്ങളുടെ ഉപയോഗം കുറച്ചാൽ ക്യാൻസർ രോഗത്തിന്റെ സാധ്യതയും കുറയ്ക്കും. അത് മാത്രമല്ല, പെട്രോൾ കത്തി ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തിൽ ഒരുപാട് കുറവുണ്ടാവും. അതായത് വാഹനങ്ങളുടെ ഉപയോഗം കുറച്ചാൽ അവനവനും സമൂഹത്തിനും ഗുണം ചെയ്യുമെന്ന്. വണ്ടി സ്റ്റാർട്ടായി സാറേ, വണ്ടി സ്റ്റാർട്ടായി. ഞാൻ ഈ പറഞ്ഞൊന്നും ഉത്തമൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുന്ന ഒരു ചൊല്ലുണ്ട്. അപ്പൊ ഇറപ്പിച്ചോണ്ടിരിക്കുക ഉള്ള കാർബൺ മോക്സൈഡ് കത്തി സാറ് തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് അതുവരെ ഒന്ന് വിചാരിച്ച താമസിച്ചായിരുന്നാലും ശശി എങ്ങോട്ടാണ്? പ്രഭാകര സാറിന്റെ വീടിന്റെ പെയിന്റിംഗ് നടക്കുക സാറേ. പെയിന്റിങ്ങിന് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശശിയുടെ കയ്യിൽ കുറച്ചു മുമ്പ് ഇരുന്ന് എന്താണ്? എന്ത്? ശശി ഇപ്പോൾ എറിഞ്ഞു കളഞ്ഞത് എന്താണെന്ന്. ഓ, അതൊരു സിഗരറ്റാണ് സാറേ. എന്തിനാണ് ശശി സിഗരറ്റ് വലിക്കുന്നത്? അതിപ്പോ അങ്ങനെ ചോദിച്ച ഒരു രസം. ലോകമെമ്പാടുമുള്ള ക്യാൻസർ രോഗികളിൽ 30% അത് വന്നത് പുകയിലയുടെ ഉപയോഗം കൊണ്ടാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതായത് പുക വലിച്ചാൽ ക്യാൻസർ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന്. ക്യാൻസർ വന്നു കഴിയുമ്പോ ശശി കുറച്ചു മുമ്പ് പറഞ്ഞ ഈ രസം ഉണ്ടാവൂ? ഈ സിഗരറ്റ് വലിക്കുന്നവർക്കെല്ലാം ക്യാൻസർ വരുന്നില്ലല്ലോ. കിണറ്റിൽ ചാടിയ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി കിണറ്റിൽ ചാടാൻ ശശി തയ്യാറാവൂ? പാമ്പ് കടിച്ച എത്രയോ പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാലും പാമ്പിനെ കാണുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടുന്നത് എന്തിനാണ്? നമ്മുടെ ജീവനും ആരോഗ്യവും വെച്ച് ഒരു പരീക്ഷണത്തിനും നമ്മൾ തയ്യാറാണ്. അപ്പൊ പിന്നെ പാമ്പിനേക്കാൾ അപകടകാരിയായ പുകവലി ഒഴിവാക്കുന്നതല്ലേ ബുദ്ധി? ശീലമായി പോയില്ലേ സാറേ, അതുകൊണ്ടാ. ശശിക്ക് ക്യാൻസർ വന്നു കഴിയുമ്പോ ശശി താനെ പുകവലി നിർത്തും. അന്ന് ഇതൊരു ശീലമായി പോയി എന്ന് ശശി പറയില്ല. കാരണം ശശിക്ക് ജീവനിൽ കൊതിയുണ്ട്. പക്ഷേ ക്യാൻസർ വന്നിട്ട് നോക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ നിർത്തുന്നതല്ലേ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ ശശിയുടെ ഇഷ്ടം. നമസ്കാരം ഡോക്കിലെ. നമസ്കാരം. എന്തോ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. സാർ അറിയാതെ വക്കീൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തോ കടന്ന കൈ ആയിരിക്കും. പറഞ്ഞു വരുമ്പോ അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ആള് മോഹനടനായതുകൊണ്ട് ചില തരികിട പരിപാടികളെ കാണിച്ചാൽ കാര്യങ്ങൾ നടക്കും. എന്താണ് വക്കീലെ സംഭവം? അത് പറ. ടൗണിലെ അമൃത ഹോട്ടലിൽ ഉത്തമം പോയിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ് വക്കീലെ? അവിടത്തെ പൊറോട്ടയും തന്തൂരി ചിക്കനും ഒരു സംഭവം തന്നെയാണ്. എന്റെ കയ്യിൽ കാശുള്ളപ്പോ ഞാൻ പോവും, കഴിക്കും. ചിലപ്പോ ഞാൻ വാങ്ങിച്ച് വീട്ടിലും കൊണ്ടുപോകും. ഈ നാട്ടിലുള്ള സകല മനുഷ്യരും അത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കഴിച്ചട്ടെ. കാരണം എന്താ?
അത്തരം സാധനങ്ങൾ മോഹനേട്ടന് ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് പോയി കഴിക്കാനുള്ള സാമർത്ഥ്യവും കാശുമൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ മോഹനേട്ടനില്ലാതെ പോയി കഴിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അതിപ്പോ കാശ് കുറച്ച് കൂടുതലാണെന്നുള്ള കുഴപ്പമില്ലേ ഉള്ളൂ. അതിന് സാറിനെന്താ തർക്കം? അയ്യോ, മോഹനേട്ടൻ ഈ ലോകത്ത് എന്തേലും ഒരു നല്ലത് പിടിക്കൂ ഉത്തമ. വണ്ടിയിൽ കയറാത്തതും AC വാങ്ങാത്തതും അന്തരീക്ഷ മലിനീകരണം, ഫാസ്റ്റ് ഫുഡും പൊറോട്ടയും കഴിക്കാത്തത് ക്യാൻസർ വരാതെ നോക്കാം. എന്തിന് പുഴുശല്യം ഒഴിവാക്കാൻ കീടനാശിനി വാങ്ങുന്ന കാര്യം പോലും മോഹനേട്ടൻ സമ്മതിക്കൂല. വഴിയിൽ വെച്ച് എനിക്കും സാറൊരു ക്ലാസ് എടുത്തായിരുന്നു. പിന്നെ പിന്നെ സാറ് പറയണേ വ്യായാമം ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരുമെന്ന്. അത് സത്യമാണോ നോക്കില്ലേ? മോഹനേട്ടൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്താലും നമുക്ക് ക്യാൻസർ വരും. പക്ഷെ ആ പേടിയുടെ പേര് നമുക്ക് ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഉത്തമ. അപ്പൊ ഞാൻ വിളിച്ച കാര്യം പറയാം. ഇന്ന് വൈകുന്നേരം മോഹനേട്ടൻ വരുന്നതിന് മുന്നേ ഉത്തമന് എനിക്ക് 2 പാഴ്സല് അമൃത ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരണം. അയ്യോ, അത് വേണോ നോക്കിയില്ലേ? ഒരിക്കൽ കഴിച്ചു നോക്കിയ പിന്നെ മോഹനേട്ടൻ തന്നെയും വാങ്ങിച്ചോണ്ട് വന്നോളും. അത്രയ്ക്ക് രുചിയില്ലേ അതിന്? പക്ഷെ ആദ്യത്തെ പ്രാവശ്യം കഴിപ്പിക്കാൻ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. വാങ്ങിച്ചോണ്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനാണ് വാങ്ങിയതെന്ന് സാർ അറിയരുത്. ഇല്ലെന്നുത്തമ, ഞാൻ വാങ്ങിയതെന്നേ പറയൂ. ഞാൻ വാങ്ങുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ലീവാ. പൊറോട്ടയും ചിക്കനും വാങ്ങാനായിട്ട് മാത്രം നമുക്ക് ടൗണിൽ പോകാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ സാധനം വാങ്ങി സാർ വരുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചിരിക്കും. അപ്പൊ ശരി ശരി, ഓക്കെ, ശരി. എന്താ അപ്പു? അതിനാണോ നീ വിളിച്ചത്? അത് വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചോണ്ട് വരാട്ടോ. ഇല്ലടാ, മറക്കില്ല. ശരി മോനെ. എന്താ കാര്യം സാറേ? മോനെന്തോ വാങ്ങിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മോന്റെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞാലേ ഭയങ്കര തമാശയാ പ്രഭേ. വീട്ടിൽ ഞാനുണ്ടാക്കുന്ന ഒരു പലഹാരവും അവന് വേണ്ട. ബേക്കറിയിൽ നിന്ന് പാക്കറ്റിലാക്കി തരുന്ന കുറെ സാധനങ്ങളുണ്ട്. കുറെ സാധനങ്ങളുടെ പേര് അവൻ പറയും. എനിക്കതൊന്നും ഓർമ്മ നിക്കത്ത് പോലുമില്ല. 3 നേരവും അവനത് മതി. അത്തരം സാധനങ്ങളൊക്കെ ചീത്തയാണെന്നാണ് കാഞ്ചന സാറേ പറയുന്നത്. വാങ്ങിച്ചു കൊടുക്കുമ്പോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാ പറ്റൂ ശിശുപാലൻ ചേട്ടാ. നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചതൊക്കെ ഇപ്പോഴത്തെ പിള്ളേര് കഴിക്കോ? കാലം മാറുകയല്ലേ. നമ്മുടെ ചെറുപ്പത്തിലെ TV ഉണ്ടായിരുന്നോ? മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ടായിരുന്നോ? ഇപ്പൊ അതൊക്കെ ഇല്ലേ. അതുപോലെ ഭക്ഷണ കാര്യങ്ങളിലും മാറ്റം വരും. നമ്മൾ ചക്ക പുഴുങ്ങിയതും കപ്പ വേവിച്ചതും ഒക്കെ കഴിക്കുന്നത് പോലെ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാലേ അവര് നമ്മളെ ചീത്ത വിളിക്കും. കാഞ്ചന പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചെറുപ്പത്തിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ കപ്പ പുഴുങ്ങി തിന്നു. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ചെറുപ്പത്തിലെ ഫോൺ കൊണ്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ബേക്കറിയിലെ പാക്ക് ചെയ്ത സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പറ്റൂ എന്ന്. അങ്ങനെയല്ല. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. ബേക്കറിയിലെ പാക്ക് ചെയ്ത സാധനങ്ങളും കോളയൊക്കെ കുടിച്ചാൽ പരിഷ്കാരികളായി എന്ന്. അത് തെറ്റാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ കഴിച്ചു വന്നിരുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതായിരുന്നു. അത് പഴഞ്ചനാണ് എന്ന് പറയുന്നവർ പുതിയ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ശരീരം ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. പഴയ രീതിയിലുള്ള ശരീരത്തിന് പുതിയ രീതിയിലുള്ള മായവും വിഷവും കലർന്ന ഭക്ഷണം സ്വീകരിക്കാൻ പ്രയാസമാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ വിവരക്കേട് കൊണ്ടാണ് ലോകത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം 10 കൊല്ലം കൊണ്ട് 2 ഇരട്ടിയായത്. മക്കളോട് സ്നേഹം കാണിക്കേണ്ടത് അവർ ചോദിക്കുന്ന എന്തും അങ്ങ് വാങ്ങിക്കൊടുത്തിട്ടല്ല. ഇത്തരം ഭക്ഷണങ്ങളുടെ ദോഷങ്ങൾ അവർക്ക് അറിയില്ല, അതുകൊണ്ട് അവർ ചോദിക്കും. പക്ഷേ അത് വിഷമാണെന്നറിയാവുന്ന അച്ഛനമ്മമാർ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്. ആഹാ, സാറ് പറഞ്ഞതാ അതിന്റെ കാര്യം. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. എന്റെ ശിശുപാലൻ ചേട്ടാ, ഇതൊന്നും പിള്ളേരോട് ചെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവരൊട്ട് സമ്മതിക്കുകയില്ല. ശരിയാ.
നമസ്കാരം വക്കീലെ. ആ നമസ്കാരം. എന്താ പാപ്പച്ചേട്ടാ? ഞാൻ വക്കീലിനെ ഒന്ന് കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആ വക്കീൽ അത് കേട്ട് ദേഷ്യപ്പെടരുത്. എന്താ? ശേഖരൻകുട്ടിക്കെതിരെ നമ്മൾ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. ഇനി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാട്ടാ? കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നമ്മൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോ ഏറിയ ഒരു 6 മാസം അതിനുള്ള വിധി എന്തായാലും ഉണ്ടാവും. കേസ് പാപ്പച്ചേട്ടൻ ജയിക്കുകയും ചെയ്യും. പിന്നെന്താണ് കേസ് പിൻവലിക്കുന്നത്? ഉള്ളത് പറയാലോ. ശേഖരൻ എന്നോട് കാണിച്ചത് തോന്നിയവാസമാണ്. എന്റെ പുരയിടത്തിലേക്ക് കയറ്റിവെച്ചവൻ മതില് കെട്ടിയെന്നുള്ളത് നേരാ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. പാപ്പച്ചേട്ട കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താണ് സംഭവിച്ചത്? കേസ് തോക്കൂന്ന് മനസ്സിലായപ്പോ ശേഖരൻ ഒത്തുതീർപ്പിന് വന്നോ? അതല്ല വക്കീലെ, ശേഖരന്റെ കെട്ടിയോൾക്ക് ക്യാൻസറാ. ഇന്നലെ ഞാൻ വിവരം അറിഞ്ഞത്. ചികിത്സയ്ക്ക് ഒരുപാട് കാശ് വേണമെന്നാ കേട്ടത്. അതിനിടയിൽ നമ്മുടെ കേസ് കൂടി താങ്ങാൻ അവന് പറ്റില്ല. ഇപ്പൊ കേസ് പിൻവലിച്ചാൽ അവനതൊരു സമാധാനമാവും. അവന്റെ സ്വഭാവം വെച്ച് ചെയ്തുകൂടാത്തതാ. എന്നാലും എന്റെ മനസാക്ഷിയുടെ കാര്യമല്ലേ വക്കീലെ. ഇനി നമുക്ക് ആ കേസ് വേണ്ട. വക്കീലിന്റെ ഫീസിൽ ഞാൻ കുറയ്ക്കുകയില്ല. അത് നാളെ തന്നെ വക്കീലാഫീസിൽ എത്തിച്ചോളാം. പാപ്പച്ചേട്ടന് കേസ് വേണമെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? നാളെ വക്കീലാഫീസിലേക്ക് വന്നാ മതി. സാവിത്രി ചേച്ചിക്ക് എന്ത് ക്യാൻസറാ? കരളിലാന്നാ കേട്ടത്. ഇക്കാലത്ത് ബേക്കറികളിലും ഫാസ്റ്റ് ഫുഡുകളിലും കിട്ടുന്നത് വലിച്ചുവാരി തിന്നാൽ ക്യാൻസർ വരുമെന്നുള്ളത് ഉറപ്പാണെന്നാണ് ഡോക്ടർമാര് പറയുന്നത്. സാവിത്രിക്ക് അത്തരം ഭക്ഷണങ്ങളായിരുന്നു ഇഷ്ടം. പൊറോട്ടയും ഇറച്ചിയും എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും ഒക്കെ. അതൊരു ശീലമാക്കിയപ്പോ പറ്റിയതാണെന്നാ കേട്ടത്. ഇതുപോലൊരു രോഗം വന്ന ആരോഗ്യവും സന്തോഷവും സമാധാനവും കാശും ഒക്കെ പോവില്ലേ? വരാതെ സൂക്ഷിക്കേ വഴിയുള്ളൂ. പക്ഷേ പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. വക്കീലെ, അപ്പോ ഞാൻ വരട്ടെ. നാളെ ഓഫീസിലേക്ക് വരാം. ശരി. നമസ്കാരം ശിശുവരൻ ചേട്ടാ. നമസ്കാരം കാഞ്ചന സാറേ. സ്വയംപ്രഭ സാറേ നമസ്കാരം. നമസ്കാരം. എന്താ പ്രസാദേ, ഈയിടെയായിട്ട് ഇങ്ങോട്ട് കാണാനുണ്ടല്ലോ? ഭയങ്കര തിരക്കിലായിരുന്നു സാറേ. ഞാനിപ്പോ വന്നത് പത്രോസ് ചേട്ടന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനാ. പുള്ളിയുടെ അവസ്ഥ വലിയ കഷ്ടത്തിലാ സാറേ. ആ കൊച്ചിന് എങ്ങനെയുണ്ട് പ്രസാദേ? ആശുപത്രിയില്ല. ഓരോ ദിവസവും കാശ് എത്രയാ വേണ്ടി വരുന്നെന്ന് അറിയാമോ? സത്യം പറഞ്ഞ പത്രോസ് ചേട്ടൻ നക്ഷത്രം ഉള്ളതാ. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഒരു അപേക്ഷ കൊടുത്ത സർക്കാരിൽ നിന്നെന്തോ സഹായം കിട്ടുമെന്ന് പറഞ്ഞു. അത് ശരിയാണ്. പത്രോസ് ചേട്ടന്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. നാളെ രാവിലെ വന്നാൽ സർട്ടിഫിക്കറ്റ് തരാം. വലിയ ഉപകാരം സാറേ. ഞാൻ നാളെ വന്നാ പോരെ? മതി. ഓ ശരി. കാഞ്ചനെ, 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയുണ്ട് പത്രോസ് ചേട്ടൻ. അവന് ക്യാൻസറാണ്. കഴിഞ്ഞ 3 മാസമായി ആ കുട്ടി ചികിത്സയിലാണ്. രാവിലെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ ഓരോ ദിവസം ചെല്ലുന്തോറും പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു കെട്ടുകഥയല്ല, സത്യമാണ്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന സത്യം. ഇങ്ങനെ ഒരു സത്യം മുമ്പിലുണ്ടായിട്ടും നിങ്ങൾ ആരും അത് വകവയ്ക്കാത്തെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ മോന് പാക്കറ്റ് പലഹാരങ്ങളൊന്നും വാങ്ങിക്കൊടുക്കില്ല സർ. അവൻ പിണങ്ങിയാലും വേണ്ടില്ല. എന്തിനാ അറിഞ്ഞോണ്ട് ഒരു അപകടത്തിൽ ചാടുന്നത്? അവൻ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ ഇപ്പോൾ അവൻ സന്തോഷിക്കും. കാഞ്ചനോട് വലിയ സ്നേഹവും കാണിക്കും. പക്ഷേ ഇപ്പോഴത്തെ ചിരി കാണാൻ വേണ്ടി കാഞ്ചന ചെയ്യുന്ന കാര്യങ്ങൾ അവന്റെ നാളത്തെ ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ക്യാൻസർ രോഗികളുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു വർഷം 76,000 പേർ ക്യാൻസർ രോഗം മൂലം മരിക്കും. പുതിയ 35,000 രോഗികൾ ഓരോ വർഷം. ഇത് ഒരു ചെറിയ അപകടമല്ല. അറിയാം സർ. ഒരു വില്ലേജ് ഓഫീസർക്ക് ഇതിലൊക്കെ എന്താ കാര്യമെന്ന് സംശയമുണ്ടാകാം. ഒരു വില്ലേജ് ഓഫീസറായിട്ടല്ല, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കൊക്കെ ക്യാൻസർ വന്ന കാര്യം കേട്ടപ്പോ എത്ര വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. യോ, സൂക്ഷിക്കുന്നത് നല്ലതല്ലേ ശശിപാലൻ ചേട്ടാ? എന്താ സംശയം? സൂക്ഷിക്കുന്നത് തന്നെയാ നല്ലത്. വക്കീലേ, വക്കീലേ, ഇവിടെ ആരും ഇല്ലേ? എത്ര നേരമായി ഞാൻ ഉത്തമനെ വിളിക്കുന്നു. ഉത്തമന് ഫോൺ എവിടെ? ഓ, അത് ചാർജ് ഇല്ലാതെ ഓഫായി പോയി. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അതിന്റെ ഇടപാട് തീർന്നതാ. അതുമല്ല, വീട്ടിൽ പോയി ചാർജ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഭയങ്കര തിരക്കായിരുന്നു ഇന്നത്തെ ദിവസം. ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ഉത്തമനെ ഫോൺ വിളിച്ചു. വല്ല പ്രയോജനമുണ്ടോ? എന്തായിരുന്നു വക്കീൽ അത്ര അത്യാവശ്യം? ഉത്തമനോട് ഞാൻ വാങ്ങാൻ പറഞ്ഞത് വാങ്ങിയോ? പൊറോട്ടയും ചിക്കൻ തന്തൂരി. ഓ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും വിളി. എന്റെ വക്കീലെ, ഈ ഉത്തമനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റതാണെന്നുള്ള കാര്യം വക്കീലിന് അറിഞ്ഞൂടെ? അത് പിന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം തോന്നുന്നു. പൊറോട്ടയും തന്തൂരി ചിക്കനും. അയ്യോ മോനട്ടൻ എവിടെ? അയ്യോ, ഇവിടെ ഈശ്വര, ഇത് ഞാനാണ് വാങ്ങിച്ചോണ്ട് വന്നെന്ന് പറയല്ലേ. അറിഞ്ഞു കഴിഞ്ഞാൽ കേശവൻ കുട്ടിയുടെ പോക്ക് വരവും ഗോപിനാഥൻ ചേട്ടന്റെ കൈവശമായ സർട്ടിഫിക്കറ്റ് ഈ 100 കിട്ടൂല. അത് ഉത്തമന്റെ കൈ തന്നെ വെച്ചാൽ മതി. എന്താണെന്ന് സാർ ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയും? സത്യം പറഞ്ഞു ഉത്തമ, അങ്ങനെയല്ലേ വേണ്ടത്. ഓഹോ, വക്കീലെ, എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി വക്കീല് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണല്ലേ ഇത്. വരുന്നു. എന്താ നേരത്ത്? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ ഇതുവഴി പോയപ്പോ വക്കീലിനെ കണ്ട് ഒന്ന് കുശലം ചോദിക്കാന്ന് കരുതി കയറിയതാ. അല്ലാതെ വക്കീല് പറഞ്ഞിട്ട് വന്നതൊന്നും അല്ല. എന്താ? ഏയ്, ഇല്ല, ഇത് ഒന്നുമില്ല സാറേ. ഇത് അല്ല, ഇതിനകത്ത് എന്താണെന്ന് വക്കീൽ എങ്ങനെ അറിയാം? പൊതി എന്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നേ. പൊറോട്ടയും ചിക്കൻ തന്തൂരിയുമാണ്. പൊറോട്ടയോ? ആര് പറഞ്ഞു? അയ്യോ ഉത്തമ, മോനട്ടാ, ഇത് ഞാൻ പറഞ്ഞിട്ട് ഉത്തമ വാങ്ങിക്കൊണ്ട് വന്നതാ അമൃത ഹോട്ടലിൽ. നമുക്ക് 2 കൂടെ കഴിക്കാനുള്ളതാ. ഓഹോ, വക്കീലെ, ഇത് ഒരുമാതിരി വിശ്വാസവഞ്ചനയാണ് കേട്ടോ. വേറെ വക്കീൽ പറഞ്ഞു ഒരു സഹായം ഞാൻ ഇവിടെ ചെയ്യില്ല. ഒച്ച ഉറക്കി. കുട്ടിയുടെ പോക്കോരവ് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉത്തമൻ ധൈര്യമായിട്ട് വെക്കോ. ഞാൻ പറഞ്ഞോളാം മോഹനട്ടനോട്. പിന്നെ ഈ പൊറോട്ടയും തന്തൂരി ചിക്കനും എനിക്ക് വേണ്ട. അത് കഴിക്കരുത് എന്ന് മോഹനട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ചു. അത് പറയാനാണ് ഞാൻ ഉത്തമനെ ഫോൺ ചെയ്തത്. അപ്പൊ ഇതാ, ഉത്തമനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയതായതുകൊണ്ട് അതിന്റെ പൈസ ഞാൻ തരാം. ഭക്ഷണം കൊണ്ടെടുത്ത് കളയാനും വയ്യ. എന്തായാലും എല്ലാം തകർന്ന്. ഇനിയിപ്പോ റോട്ടിൽ കാണുന്ന തെരുവ് വെട്ടിക്ക് കൊടുക്കാം. ഇത് തിന്നു കഴിഞ്ഞാൽ അത് 5 മിനിറ്റിനുള്ളിൽ കൊള്ളിയാവും. എന്നോട് ദേഷ്യാണോ? മോഹനേട്ടൻ പറഞ്ഞതനുസരിക്കാതെ ഞാൻ ഉത്തമനെ ഹോട്ടൽ പറഞ്ഞു വിട്ട് പൊറോട്ടയും തന്തൂരി ചിക്കനും വാങ്ങാൻ പറഞ്ഞു എന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ അത് ഞാൻ ഉത്തമനെ തന്നെ ഏൽപ്പിച്ചല്ലോ. മോഹനേട്ടൻ ക്യാൻസറിനെ പറ്റി രാവിലെ പറഞ്ഞപ്പോ ഞാനത് അത്ര ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ പിന്നെ ഓരോ കഥകൾ കേട്ടപ്പോ എനിക്ക് തോന്നി, എന്തിനാ അറിഞ്ഞുകൊണ്ട് ഒരു അപകടം വരുത്തി വെക്കുന്നത്. ഞാനൊരു കാര്യം പറയുമ്പോ പിശുക്കനാണ്, മുൻവിധി കൊണ്ടാണ്, പഴഞ്ചനായതുകൊണ്ടാണ് എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ നാട്ടിൽ ക്യാൻസർ കാട്ടുതീ പോലെ പടരുകയാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ അശ്രദ്ധ കൊണ്ടും ജീവിത രീതി കൊണ്ടുമാണ് പ്രധാനമായും ക്യാൻസർ ഉണ്ടാകുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ?
ഒരു വർഷം കേരളത്തിൽ പുതിയ 35,000 ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നു എന്നാണ്. ആ 35,000-ൽ ഒന്നാകണമെന്ന് എന്തിനാണ് നമ്മളിങ്ങനെ വാശി പിടിക്കുന്നത്? നമുക്കൊരു കുഴപ്പമുണ്ട്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ മറ്റുള്ളവർക്ക് വരുന്നതാണ്, നമുക്കത് വരില്ല എന്നൊരു വിശ്വാസമാണ് നമുക്കൊക്കെ ഉള്ളത്. ക്യാൻസറിന് കാരണമാകുമെന്ന് ഉറപ്പുള്ള ഭക്ഷണം പോലും നമ്മൾ കഴിക്കുന്നത് ആ ധൈര്യത്തിലാണ്. മോഹനേട്ടൻ പറഞ്ഞതാ ശരി. ഇനി അങ്ങോട്ട് പറ്റുന്നിടത്തോളം സൂക്ഷിച്ചേ ഞാനും ഉള്ളൂ. ആകെയുള്ളൊരു ജീവിതം അത് ആസ്വദിച്ച് ജീവിക്കാനുള്ളതല്ലേ, അത് നശിപ്പിച്ചു കളയാൻ ഞാനില്ല. മിടുക്കി. ക്യാൻസർ രോഗികളുടെ എണ്ണം ഓരോ ദിവസവും പെരുകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് തന്നെയല്ലേ നല്ലത്? മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി ക്യാൻസർ പടർന്നു പിടിക്കുമ്പോൾ നമ്മൾ അങ്ങേയറ്റത്തെ ജാഗ്രത കാണിക്കണമെന്നതാണ് കാര്യം. ലോക ക്യാൻസർ ദിനമായി ഇന്ന് ക്യാൻസറിനെതിരായ യുദ്ധം നമുക്ക് തുടങ്ങാമെന്ന് ആഹ്വാനം ചെയ്ത് ഇന്നത്തേക്ക് വിടാം.